ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഈ കൊടുങ്ങല്ലൂർ ഭരണിക്കാവ് ആ ക്ഷേത്രത്തിലെ ഉത്സവം. നമ്മളിപ്പോ യൂട്യൂബിലൂടെയൊക്കെ ഒരുപാട് ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. പലരും ദേവിയുടെ ചൈതന്യം നിറഞ്ഞ് കോമരങ്ങളായി തുള്ളുകയും അറഞ്ഞാടുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതിൽ ഏതോ ഒരു പെൺകുട്ടിയെ കഴിഞ്ഞ വർഷവും അതിന്റെ മുമ്പത്തെ വർഷമൊക്കെ ഭയങ്കര ചൈതന്യം എന്ന നിലയിൽ ആ പെൺകുട്ടിയെ തന്നെ ബൂസ്റ്റ് ചെയ്തുകൊണ്ട് അത് ഇത്തിരി കാണാൻ കൊള്ളാവുന്നത് കൊണ്ട് എല്ലാ ക്യാമറമാരും അതിന്റെ പുറകെ പോകുന്നേ ഉള്ളൂ. ഭയങ്കരമായിട്ടുള്ള ചൈതന്യം നിറഞ്ഞ ഒരു കുട്ടി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മെസ്സേജൊക്കെ ഇടുന്നുണ്ട്. ഇപ്പോൾ വൈറലാണല്ലോ, എല്ലാവർക്കും അത് അറിയുകയും ചെയ്യാം. ഇതിന്റെ പിന്നിലെ അല്ലെങ്കിൽ ഈ ഭരണിപ്പാട്ട്, ഈ അശ്ലീകരം നിറഞ്ഞ ഈ ഒരു പാട്ടും പിന്നെ ഈ കോമരമായി മാറുന്ന ഈ രീതിയും ഇതിനെയൊക്കെ വെച്ച് ഒരു മെസ്സേജാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ശരിക്കും ഇതിന്റെ പിന്നിൽ ചിലരൊക്കെ ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ ശരിയാണോ തെറ്റാണോ? എന്റെ മെസ്സേജൊക്കെ കേൾക്കുന്നവർക്ക് ഏതാണ്ട് കാര്യങ്ങൾ മനസ്സിലാകും. ഇതിന്റെ പിന്നിൽ ശരിയോ തെറ്റോ എന്ന് ചോദിച്ചാൽ ഇതിന്റെ പിന്നിൽ കുറച്ച് ശരിയുണ്ട്. പക്ഷെ ഇപ്പോൾ നടക്കുന്നതെല്ലാം തെറ്റായിട്ടുള്ള രീതിയിലാണ്. കാരണം ഞാൻ ആദ്യമേ എന്റെ മുൻ മെസ്സേജിലേ പറഞ്ഞിട്ടുണ്ട്, എന്നോട് ദൈവം പറഞ്ഞിട്ടുണ്ട്, പരശുരാമൻ സ്ഥാപിച്ച അമ്പലങ്ങൾ ശരിക്കും പണ്ട് കേരളത്തിൽ തുടക്കം മുതലേ ഉണ്ടായിരുന്നതെല്ലാം ഈ പരശുരാമൻ സ്ഥാപിച്ച 108 ശിവക്ഷേത്രങ്ങളും ദേവീക്ഷേത്രങ്ങളിൽ നിന്നൊക്കെയാണ് ശരിക്കും പല പല ക്ഷേത്രങ്ങൾ പിന്നെ പിന്നെ ഉണ്ടായി വന്നിരിക്കുന്നത്. അപ്പൊ അതിൽപ്പെട്ട ഒരെണ്ണമാണ് ഈ കൊടുങ്ങല്ലൂരുള്ള ഈ ഭരണിക്കാവ് ക്ഷേത്രം. അപ്പം ഇതിന്റെ പിന്നിൽ ഒരു കഥ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ നടന്ന ഒരു ചെറിയ കഥയായിട്ട് ഇതിനെ കണക്കാക്കരുത്. ഒരു അസുരൻ ഉണ്ടായിരുന്നെന്നും ആ അസുരനെ ആദിപരാശക്തിയുടെ ചൈതന്യത്തിൽ വന്ന ഒരു കാളി രൂപം അല്ലെങ്കിൽ ഒരു ദേവി ചൈതന്യം ആ അസുരനെ കൊന്നു എന്നൊക്കെയാണ് കഥ. പക്ഷെ ഇത് സാധാ ഒരു മനുഷ്യരായിട്ട് നമ്മളത് കണക്കാക്കരുത്. ഞാൻ എന്റെ മെസ്സേജിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആദ്യമുള്ള മെസ്സേജ് കേട്ടുള്ളവർക്ക് അതൊക്കെ മനസ്സിലാകും. ഭൂമിയിൽ പണ്ട് മനുഷ്യരുണ്ടാകുന്നതിന് മുന്നമേ മറ്റ് ഡയമെൻഷനിലും കൂടി സഞ്ചരിക്കാനും വസിക്കാനും കഴിവുള്ള ദേവീദേവന്മാർ അല്ലെങ്കിൽ അസുരന്മാരൊക്കെ ഭൂമിയിൽ വാഴ്ന്നുകൊണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് മനുഷ്യർ ഭൂമിയിൽ സൃഷ്ടി തുടങ്ങുന്നത്, മനുഷ്യരെ ഉണ്ടാക്കി തുടങ്ങുന്നത്. അപ്പൊ ആ കാലം മുതലേ ഭൂമിയിൽ ഈ വിധ ശക്തികൾ ഭൂമിയിൽ വാഴുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഏലിയൻസ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇന്നവരൊക്കെ മറ്റ് ഡയമെൻഷൻ 4th 5th മറഞ്ഞു നിൽപ്പുണ്ട്. 3 എന്ന മനുഷ്യന് വെച്ചിരിക്കുന്ന ഈ ഡയമെൻഷനിലോട്ട് അധികം പ്രത്യക്ഷത്തിൽ വരുന്നില്ല. പക്ഷെ അവരൊക്കെ ഉണ്ടോ എന്ന് വെച്ചാൽ ഇവരെല്ലാവരും ഇപ്പോഴും ഉണ്ട്. പക്ഷെ എല്ലാം മറ്റ് ഡയമെൻഷനിൽ മറഞ്ഞു നിൽക്കുന്നു. പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ ഇന്നും അതേപോലെ തന്നെ ഇവരൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ഇവരെല്ലാവരും മറ്റ് ഡയമെൻഷനിൽ നിന്നും കൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൽ മാറ്റമൊന്നുമില്ല. അപ്പോ ഈ ഡയമെൻഷനിൽ ഉണ്ടായിരുന്ന ഈ ഏലിയൻസ് അല്ലെങ്കിൽ ദേവീദേവന്മാർ അല്ലെങ്കിൽ അസുരന്മാർ തമ്മിലുള്ള ഒരു ഫൈറ്റും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ പഴയ പുരാണ കഥകളിലൊക്കെ നമ്മൾ കാണുന്നത്. ഇതാണ് ഇതിന്റെ പിന്നിലെ വാസ്തവം. എന്നാൽ ആ കാലഘട്ടത്ത് മനുഷ്യരുണ്ടോ എന്ന് വെച്ചാൽ അങ്ങും ഇഞ്ഞോ ഒക്കെ മനുഷ്യരുണ്ട്, ഇല്ലെന്നല്ല. മനുഷ്യരാശി തുടങ്ങിയപ്പോഴും ഇവരൊക്കെ മനുഷ്യരുടെ ഇടയിലുണ്ട്. ഇവരെയൊക്കെയാണ് അന്നത്തെ മനുഷ്യർ ദൈവങ്ങളായി വിശ്വസിച്ചുകൊണ്ടിരുന്നത്. കാര്യം അവരൊക്കെ അമാനുഷികരാണല്ലോ. മറ്റ് ഡയമെൻഷനിൽ നിന്നും ആകാശത്തിലൂടെ പറന്ന് ഭൂമിയിൽ വരുന്നു, പ്രത്യക്ഷപ്പെടുന്നു, അപ്രത്യക്ഷപ്പെടുന്നു. ഇങ്ങനെയൊക്കെ ഉള്ള അവരുടെ ടെക്നോളജികൾ കാണുമ്പോഴെല്ലാം മനുഷ്യരെ ഇവരെയൊക്കെ ദൈവങ്ങളായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. അപ്പൊ ആ സമയത്തുണ്ടായിരുന്ന ഒരു ഏലിയൻ, ഒരു നെഗറ്റീവ് ശക്തിയായ ഒരു അസുരൻ, നമ്മൾ അസുരൻ എന്ന് പറയാം, പൈശാചിക ശക്തിയെ ഈ ദേവി ചൈതന്യത്തിൽ വന്ന ഒരു പോസിറ്റീവ് ഞാൻ പറയുന്നത് വെച്ചാൽ നെഗറ്റീവ് ശക്തി, ദൈവത്തിന്റെ നെഗറ്റീവ്. എന്റെ മെസ്സേജ് കേട്ടവർക്ക് അത് മനസ്സിലാകും. ദൈവത്തിന്റെ നെഗറ്റീവ് ശക്തികൾ, ദൈവത്തിന്റെ അല്ലെ പ്രകൃതിയിലെ വ്യവസ്ഥ പാലിക്കുന്ന ശക്തികൾ അന്നും ഇന്നും ഒക്കെ ഉണ്ട്. അവർ ശിക്ഷയുടെ ശക്തികളാണ്. അത് തിന്മയെ നശിപ്പിച്ച് നന്മയെ ഉയർത്തിക്കൊണ്ട് വരാൻ സൃഷ്ടാവായ ദൈവത്തിൽ നിന്നും ജനിച്ച അനേകം ശക്തികളുണ്ട്. അവരൊക്കെ ശിക്ഷയുടെ ശക്തികളായതുകൊണ്ട് ഒരു വശത്ത് നെഗറ്റീവ് ശക്തികളെന്ന് പറയാം. പക്ഷെ അവർ പൂർണ്ണ നെഗറ്റീവ് അല്ല. അവർ നെഗറ്റീവ് പ്രവൃത്തി, അതായത് കൊലപാതകം, ദുഷ്ടപ്രവൃത്തികൾ, ഹിംസ, നശീകരണം മുതലായ ചെയ്യുന്നത് കൊണ്ട് നെഗറ്റീവ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ അസുരന്മാരല്ല, പൈശാചിക ശക്തികളല്ല. ദൈവത്തിന്റെ നെഗറ്റീവ് വിഭാഗത്തിൽ നിന്നും ഉത്ഭവിച്ച തെറ്റിമാറിയ ഒരു കൂട്ടത്തെയാണ് ഈ പിശാചുക്കൾ അല്ലെങ്കിൽ പൈശാചിക ശക്തികൾ എന്ന് പറയുന്നത്. എന്നാൽ ഒരുപാട് നെഗറ്റീവ് ശക്തികൾ ദൈവത്തിന്റെ പോസിറ്റീവ് ഭാഗത്താൽ ദൈവത്തിന്റെ നെഗറ്റീവായി നിൽക്കുന്ന ശിക്ഷയുടെ ഭാഗത്തും ഉണ്ട്. ഇത് വിശദീകരിച്ച് 2-3 പ്രാവശ്യം കേട്ടാൽ നിങ്ങൾക്ക് പിടികിട്ടും. കാര്യം ഈ ഹൈന്ദവത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കഥകളിലെല്ലാം ഈ കംപ്ലീറ്റ് മിക്സായി കിടക്കുന്നതുകൊണ്ട് ജനങ്ങൾക്ക് പെട്ടെന്ന് അത് ഗ്രഹിച്ചെടുക്കാൻ പാടാണ്. അപ്പോൾ ഒരു വിഭാഗം ദൈവത്തിൽ നിന്നും
തെറ്റിമാറി നിൽക്കുന്ന, നെഗറ്റീവായി നിൽക്കുന്ന പൈശാചിക ശക്തികളും അല്ലെങ്കിൽ അസുരന്മാരും ഉണ്ട്. ഒരു വശത്ത് ദൈവത്തിന്റെ കൂടെ നീതി ന്യായവും തെറ്റി നിൽക്കുന്നവരെ ശിക്ഷിക്കാനും നശിപ്പിക്കാനുമുള്ള കുറച്ച് നെഗറ്റീവായി നിൽക്കുന്ന ശക്തികൾ ദൈവത്തിന്റെ കൂടെ വ്യവസ്ഥ പാലിച്ചുകൊണ്ട് രണ്ട് വിഭാഗമുണ്ട്. അപ്പൊ അതിലൊരു വിഭാഗമായ ഈ പൈശാചിക അല്ലെങ്കിൽ അസുര വിഭാഗത്തിൽപ്പെട്ട ഒരു അസുരനെ ശല്യം കാരണം അവനെ കൊല്ലാൻ വന്ന ഒരു ദൈവത്തിൽ നിന്ന് വന്ന ഒരു നെഗറ്റീവ് ശക്തിയാണ് ഈ കാളി അല്ലെങ്കിൽ ഈ കൊടുങ്ങല്ലൂർ ദേവിയായിട്ട് നമ്മൾ പറയപ്പെടുന്ന ആ ഒരു ചൈതന്യം. ഇത് ആ അസുരനെ നശിപ്പിക്കുകയും മനുഷ്യരും അല്ലെങ്കിൽ മറ്റു ഡയമെൻഷനിലുള്ള ചില ദേവീദേവന്മാരെയൊക്കെ രക്ഷിക്കുകയും ചെയ്തു. അപ്പൊ ആ ചൈതന്യം ഉണ്ട്. അപ്പൊ ആ ചൈതന്യത്തിന്റെ ഒരു അംശമാണ് പരശുരാമൻ ഈ ഭാഗത്ത് അമ്പലം ആയിട്ട് അല്ലെങ്കിൽ അവിടെ പ്രതിഷ്ഠയായിട്ട് വെച്ചിട്ടുള്ളത്. ഇത് അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആ ചൈതന്യം അവിടെ ഉണ്ട്. ആ ചൈതന്യത്തെ നിങ്ങൾ ശ്രദ്ധിക്കണം. തിന്മയെ നശിപ്പിച്ച് നന്മയെ കൊണ്ടുവരാൻ വന്ന ആദിപരാശക്തി. ഈ ആദിപരാശക്തി എന്നുള്ളത് ദൈവം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പ്രകൃതി മൊത്തം നിറഞ്ഞു നിൽക്കുന്ന ഒരു മനസ്സാണ്, ഒരു ചൈതന്യമാണ്. അതിൽ പുരുഷ ചൈതന്യമുണ്ട്, സ്ത്രീ ചൈതന്യമുണ്ട്. രണ്ടും കൂടെ ചേർന്നാണ് പ്രകൃതി മൊത്തം നിറഞ്ഞു നിൽക്കുന്നത്. പക്ഷെ മറ്റ് ആ ശക്തിയിൽ നിന്നും ഉത്ഭവപ്പെട്ട അല്ലെങ്കിൽ സൃഷ്ടിക്കപ്പെട്ട മറ്റ് ദേവീദേവന്മാർ എന്ന് പറയുന്നതിലെല്ലാം ആ സ്ത്രീ പുരുഷൻ എന്ന വിഭാഗിച്ചാണ് ജനിപ്പിച്ചിരിക്കുന്നത്. ഇപ്പം വിഷ്ണു ആണെങ്കിലും വിഷ്ണു പൂർണ്ണത വരണമെങ്കിൽ വിഷ്ണുവിന് ഒരു സ്ത്രീ വേണം, ലക്ഷ്മി വേണം. ബ്രഹ്മാവിന് സരസ്വതി വേണം, ശിവന് പാർവതി വേണം. രണ്ടായിട്ടാണ് ഈ പ്രപഞ്ച ആ പരമാത്മാവ് തുടർന്നുള്ള സൃഷ്ടികളെല്ലാം വെച്ചിരിക്കുന്നത്. പക്ഷെ ആ പരമാത്മാവിൽ അന്നും ഇന്നും എപ്പോഴും സ്ത്രീയും പുരുഷനും രണ്ട് ശക്തിയും ഒന്നിച്ചുണ്ട്. അതിലെ സ്ത്രീ ശക്തിയാണ് നമ്മൾ ഈ ആദി പരാശക്തി എന്ന് പറയുന്നത്. അത് സ്ത്രീ ശക്തിയാണ്. ആ സ്ത്രീ ശക്തിയും കൂടെ ചേർന്നാണ് ഈ സൃഷ്ടി കംപ്ലീറ്റ് നടന്നിരിക്കുന്നത്. അതായത് പുരുഷ ശക്തി മാത്രം വെച്ച് സൃഷ്ടി നടക്കൂല. അപ്പൊ ദൈവം എന്ന് പറയുന്ന ആ സ്ത്രീയും പുരുഷനും ചേർന്ന ശക്തിയിൽ നിന്നാണ് സകലമാന സൃഷ്ടികളും നടന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ സ്ത്രീ ഭാവത്തെ, ദൈവത്തിന്റെ സ്ത്രീ ഭാവത്തെ അമ്മ എന്ന് കണക്കാക്കുന്നത്. ഇതൊരു അമ്മ ഭാവം, ഒരു അമ്മയായിട്ട് നമുക്ക് കണക്കാക്കാം. ഈ അമ്മയിൽ നിന്ന് തന്നെയാണ് ദൈവത്തിന്റെ സകലമാന പോസിറ്റീവ് ശക്തികളും നെഗറ്റീവ് ശക്തികളും നരകവും സ്വർഗവും എന്നൊക്കെ പറയുന്ന എല്ലാ വിഭാഗങ്ങളും കോടാനുകോടി ഈ ദേവി ദേവന്മാർ അല്ലെങ്കിൽ ഏലിയൻസ് അല്ലെങ്കിൽ അദൃശ്യ ശക്തികളെല്ലാം സൃഷ്ടിക്കപ്പെട്ടതെല്ലാം ഈ ദൈവം എന്ന് പറഞ്ഞ പ്രകൃതി മൊത്തം നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു മനസ്സാകുന്ന ഒരു ചൈതന്യത്തിൽ നിന്നാണ്. അപ്പൊ ആ ചൈതന്യം തന്നെയാണ് ഈ എല്ലാത്തിനെ ബാലൻസ് ചെയ്യാനായിട്ട് ഈ വിധ പ്രക്രിയ ചെയ്യുന്നത്. അപ്പം ആ പരാശക്തി എന്ന് പറയുന്ന ആ പരബ്രഹ്മത്തിന്റെ ചൈതന്യത്തിൽ നിന്നും വളരെ ചെറിയൊരു അംശത്തിൽ ജനിച്ച, കാരണം ഇത് പ്രപഞ്ചം മൊത്തം നിറഞ്ഞു നിൽക്കുന്ന ഒരു ശക്തിയാണ്. അപ്പൊ ഭൂമിയിലുള്ള ഒരു 3 ഡയമെൻഷൻ അപ്പുറത്ത് നിന്ന് വാഴുന്ന ഒരു പൈശാചിക ശക്തിയെ നശിപ്പിക്കാനായിട്ട് ഈ പ്രകൃതി മൊത്തം നിറഞ്ഞു നിൽക്കുന്ന പരാശക്തി അവതരമെടുത്ത് വരേണ്ട ആവശ്യം വരുന്നില്ല. ഭൂമി എന്ന് പറയുമ്പോൾ മനസ്സിലായല്ലോ, ഒരു കടൽ 1-2 കിലോമീറ്ററോളം വലിപ്പമുള്ള ഒരു കടൽ തീരത്തുള്ള ഒരു ചെറിയൊരു മണലിലത്രയുള്ള നമ്മുടെ ഭൂമിയുടെ സൈസ്. അപ്പൊ ആ ഭൂമിയിൽ വന്ന് വാഴുന്ന ഈ നമ്മളെ മനുഷ്യരെയും മറ്റു ഡയമെൻഷനിലൊക്കെ ഉള്ള മറ്റു ദേവന്മാരെയൊക്കെ ശല്യം ചെയ്യുന്ന ഒരു അസുരനെ കൊല്ലാൻ ആ ആദി പരാശക്തിയിൽ നിന്നും ഒരു അംശമാണ് ഈ കാളി ശക്തിയായിട്ട് വന്ന് ഈ അസുരനെ കൊല്ലുന്നത്. എന്നിട്ട് ആ ആദി അമ്മ ചൈതന്യത്തിൽ നിന്ന് വന്ന ആ ശക്തിയുടെ ഒരു അംശത്തെ അവിടെ ആവാഹിച്ച് പരശുരാമൻ വെച്ചിട്ടുണ്ട്. ഇതില്ലെന്നല്ല, ഉണ്ട്, അതിപ്പോഴും ഉണ്ട്, അന്നും ഉണ്ട്, ഇന്നും ഉണ്ട്. പക്ഷെ അതല്ല ഇപ്പോ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അതവിടെ ഉണ്ടോ എന്ന് വെച്ചാൽ വളരെ ഒരു 5% ചൈതന്യം കെട്ടുപോകാതെ ഇന്നും അവിടെ ഉണ്ട് എന്ന് ദൈവം എന്നോട് പറയുന്നു. എല്ലാ അമ്പലങ്ങളിലും അവസ്ഥ ഇതാണ്. ബാക്കി 95% മറ്റ് പൈശാചിക ആസുരിക ശക്തികളാണ് ഇപ്പം നിയന്ത്രിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതിന്റെ തെളിവാണ് ഈ ഭരണിപ്പാട്ടും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പിന്നിലെ ശാസ്ത്രവും നമുക്കറിയാവുന്നതാണല്ലോ. ഈ അസുരനെ കൊന്നപ്പോ ഈ ആദിപരാശക്തിയുടെ അംശത്തിൽ നിന്ന് വന്ന ആ ഭദ്രകാളി ചൈതന്യം ഈ അസുരനെ കൊന്നപ്പോ ഈ അസുരന്റെ മരണത്തിൽ മനം തോന്നുന്ന അസുരന്റെ ഭാര്യ, ആ ഭാര്യ അവന്റെ കുടുംബക്കാരും, അത് എല്ലാ ആസുരിക പൈശാചിക ശക്തികളെല്ലാം കൂടെ ചേർന്ന് ഈ ദേവി ചൈതന്യമുള്ള ഈ അമ്പലത്തിൽ അല്ലെങ്കിൽ ആ സ്ഥലത്ത് വന്ന് ദേവീനെയും ആ ദേവിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ ബാക്കിയുള്ളവരെയൊക്കെ പച്ചത്തെറി, ഈ ഭർത്താവിനെ കൊന്ന വിഷമത്തിൽ വന്ന് തെറി വിളിക്കുന്നതാണ്. നിരന്തരമായി തെറി എന്ന് വെച്ചാൽ അങ്ങ് അറ്റം തെറി പറഞ്ഞിട്ടും ഈ ജനം അല്ലെങ്കിൽ മനുഷ്യര് അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ആൾക്കാർ ദേവി അമ്മയുടെ അടുത്ത് പറയുകയാണ് ഇങ്ങനെ തെറി വിളിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, കുഴപ്പമില്ല, അവരുടെ ഭർത്താവിനെ ഞാൻ ശല്യം കാരണം കൊന്നതല്ലേ. അപ്പൊ ഭർത്താവ് മരിച്ച ഒരു സ്ത്രീയുടെ വെപ്രാളത്തിലും വിഷമത്തിലും കാട്ടിക്കൂട്ടുന്ന ഒരു കോപ്രായമായി കണ്ടും കൊണ്ട് ഇതിനെ ഞാനും ക്ഷമിക്കും, കുഴപ്പമില്ല. അവരുടെ ഭാഗത്ത് തെറ്റുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്. പക്ഷെ വലിയൊരു വിഷമം താങ്ങാൻ വയ്യാതെ കാട്ടിക്കൂട്ടുന്ന ഒരാൾക്കാരെ ഒന്നാമതേ പിശാചാണ്, ആസുരിക സ്ത്രീയാണ്. അപ്പൊ വായിൽ നിന്ന് തെറിയെ വരൂ, പോസിറ്റീവായിട്ട് പ്രതീക്ഷിക്കണ്ട. അപ്പൊ അതുകൊണ്ട് അങ്ങ് ക്ഷമിച്ചു.
അപ്പൊ ഇങ്ങനെ ക്ഷമിച്ചത് കാരണം ആ സ്ത്രീ ഈ ദേവിയെ ശപിക്കാൻ തുടങ്ങിയെന്നു, വസൂരി എറിയാൻ അസുഖം ഉണ്ടാക്കാൻ ശ്രമിച്ചെന്നു, പിന്നെ അത് പൂമാലയായി മറിയുന്നൊക്കെ കുറെ കഥകളുണ്ട്. ഇതൊക്കെ ബാക്കി കുറെ മാനുഷിക കഥകളുണ്ട്. എന്തായാലും ഒരാളെ കൊല്ലുമ്പോൾ, ഒരു ഭർത്താവിനെ കൊല്ലുമ്പോൾ ഭാര്യ സ്വാഭാവികമായിട്ടും കൊന്ന വ്യക്തിയെ നോക്കി കുറെ അനാവശ്യം വിളിച്ച് പറയും, സ്വാഭാവികം. പക്ഷെ അത് വെച്ചിട്ട് എല്ലാ വർഷവും അതൊരു ചടങ്ങ് പോലെ ഈ അമ്മയെ തെറി വിളിക്കുക എന്നൊക്കെ പറയുന്നത്, അവിടെയാണ് ഈ ശരിക്കും ആശയിക പൈശാചിക ശക്തികളുടെ വിജയം. ഇതൊരിക്കലും സാധിക്കുന്ന കാര്യമല്ല. പക്ഷെ ആ ഒരു സംഗതിയെ ഒരു ചടങ്ങ് പോലെയാക്കി ഇപ്പോ അതൊരു സ്വാതന്ത്ര്യമായി എടുത്തും കൊണ്ട് കുറെ തലതിരിഞ്ഞവന്മാര് കിടന്ന് ഈ തെറിവിളിയും അത്താസവും ബഹളവും ഇതെല്ലാം പൈശാചികത്തിലോട്ട് പോയി. ശരിക്കും പറഞ്ഞാൽ അന്ന് ചിന്തിച്ചു നോക്കാം. ഇത്തിരി മൂള ഉണ്ടെങ്കിൽ നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. ഭർത്താവ് പെട്ടെന്ന് ദുർമരണപ്പെട്ടു പോകുമ്പോൾ ഭാര്യയുടെ മനോവിഭ്രാന്തി ഇളകി, പ്രത്യേകിച്ച് ഒരു പിശാച് ആയ സ്ത്രീയാണ്, ഒരു അസുരിക സ്ത്രീയാണ്. അവര് ഇങ്ങനെയൊക്കെ കാണിച്ചതിന്റെ പേരിലാണ് ഇപ്പോ ഭക്തജനങ്ങൾ അമ്മ എന്ത് ദ്രോഹം ചെയ്തിട്ടാണെന്ന് അറിഞ്ഞുകൂടാ വന്ന അമ്മയെ എല്ലാ വർഷവും തെറി വിളിക്കുന്നു. ഇതിലൊരു കഥയെന്ന് പറഞ്ഞാൽ, ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ നമ്മളെയൊക്കെ ചെറുപ്രായത്തില് തലതിരിഞ്ഞ മക്കളെയൊക്കെ, കൊച്ചു പിള്ളേരെയൊക്കെ, തലതിരിഞ്ഞ പിള്ളേരെയൊക്കെ അമ്മ അടിക്കുമ്പോൾ ഇവർ ഒളിച്ചിരുന്നു കൊണ്ട് സ്വന്തം അമ്മയെ ചീത്ത വിളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ ചെറുപ്രായത്തിലെ. ആ സ്വന്തം അമ്മേനെ ഒളിച്ചിരുന്നുകൊണ്ട് ചീത്ത വിളിക്കും. കാര്യം ഈ കൊച്ചുകുട്ടി തലതിരിഞ്ഞ് എന്തോ കുരുത്തക്കേട് കാണിച്ചതിന്റെ ശല്യം സഹിക്കാൻ വയ്യാതെ അമ്മ അടി കൊടുക്കുന്നു. അടി കൊടുക്കുമ്പോൾ ഈ അടിയിലെ വേദന കാരണം വെപ്രളം പിടിച്ച് ഈ പിള്ളേര് ഈ കുട്ടി അമ്മയെ ചീത്ത വിളിക്കും. അപ്പൊ അടുത്ത വർഷം പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, അമ്മ അടിച്ചിട്ടുമില്ല, അങ്ങനെയൊന്നുമില്ല. പക്ഷെ കുട്ടി കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് അമ്മയെ ഞാൻ ചീത്ത വിളിച്ചതാണല്ലോ അതൊന്ന്, അപ്പൊ അമ്മ ചീത്ത വിളി കേട്ടിട്ട് അമ്മ തിരിച്ച് പ്രതികരിക്കാൻ പോയില്ല. കാരണം നല്ല ചുട്ട അടി കൊടുത്തതിന്റെ പേരിലല്ലേ ഈ എന്റെ മോമൻ എന്നെ കൂടെ ചീത്ത വിളിച്ചത്, പോട്ടെ ക്ഷമിച്ചോളാം എന്ന് വിചാരിച്ച അമ്മ ക്ഷമിച്ചു കഴിഞ്ഞ വർഷം. അപ്പൊ അതില് കുട്ടിക്കങ്ങ് ഒരു മാനസാന്തരം വന്നു. എന്നാലും ഞാൻ എത്രയും ചീത്ത വിളിച്ചിട്ടും എന്റെ അമ്മ എന്നെ അടിച്ചില്ലല്ലോ എന്ന് മാനസാന്തരം വന്നിട്ട് കുട്ടി അമ്മേനെ നന്ദിയൊക്കെ പറഞ്ഞ് ക്ഷമയൊക്കെ പറഞ്ഞിട്ട് അടുത്ത വർഷം ഇതേ സമയമായപ്പം ഇതിനെ ഒന്ന് ഓർക്കാൻ കണക്കിന് ഈ കുട്ടി വെറുതെ അമ്മേനെ കുറെ തള്ളക്ക് ചേർത്ത് ചീത്ത വിളിക്കുക, അല്ലെ മുട്ടത്തെറി തെറി വിളിക്കുക. കാര്യം കഴിഞ്ഞ വർഷം ഇങ്ങനെ ഞാൻ ചെയ്തിട്ട് അമ്മ എന്നോട് ക്ഷമിച്ചല്ലോ, അപ്പൊ അമ്മയല്ലേ, അപ്പൊ അതുകൊണ്ട് ഈ വർഷം ഒരു ചടങ്ങ് പോലെ ഇങ്ങനെ കുറെ തെറി വിളിച്ചു, അമ്മ എന്നെ ക്ഷമിച്ചു എന്ന് പറയുന്നു. അടുത്ത വർഷം ഇതേപോലെ ഇതിനെ ഓർക്കാൻ വേണ്ടി വീണ്ടും ഒരു കാരണവും ഇല്ല, ഒരു കാര്യമില്ലാതെ കഴിഞ്ഞ വർഷം അന്നത്തെ അത് ഓർത്തും കൊണ്ട് ഇന്ന് കിടന്ന് ഭയങ്കരമായ തെറിവിളി ഈ വർഷവും അങ്ങനെ വന്നിട്ട് ഈ കുട്ടി വലുതായിട്ടും എല്ലാ വർഷവും ചെയ്യുന്ന കാര്യം നിർത്തിയിട്ടില്ല. സ്വന്തം അമ്മയെ തെറിവിളിക്കുന്ന പരിപാടി ഈ വർഷവും മുടങ്ങാതെ ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. കാര്യം പണ്ട് കൊച്ചിലെ ക്ഷമിച്ചില്ല, അറിവില്ലാത്ത കാലത്ത് അടി കിട്ടിയപ്പോ തെറി വിളിച്ചു പോയതിന് അമ്മ തിരിച്ച് പിന്നെയും കിടന്ന് അടിക്കാതെ ക്ഷമിച്ചില്ലേ, അതിന്റെ നന്ദിയായിട്ട് അതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇപ്പോൾ തെറി വിളിക്കുക. ഇപ്പൊ തെറി വിളിക്കുമ്പോൾ പ്രത്യേകം പറഞ്ഞാൽ ഈ കുട്ടി വലുതായപ്പോ ആ കുട്ടിയുടെ കൂട്ടുകാരും ആ കുട്ടി കല്യാണം കഴിഞ്ഞ അവൻ വലുതായി കല്യാണം കഴിഞ്ഞ ഭാര്യയും ഒക്കെ എല്ലാവരും ചേർന്നാണ് ഇപ്പോ ഇത് ഓർക്കാൻ വേണ്ടി സ്വന്തം അമ്മേനെ തെറി വിളിക്കുന്നത്. ഒരു ഉദാഹരണം വെച്ച് നിങ്ങൾ ഒന്ന് ചിന്തിക്കാൻ വേണ്ടി പറയണതാണ്. ഒരുപാട് ഒരു മെസ്സേജ് കാണുമ്പോൾ നിങ്ങളിത് നിങ്ങളുടെ കുടുംബത്തിലുള്ള ഇതൊക്കെ ഭയങ്കര ഭക്തിയായി കാണുന്നവർക്ക് ഒന്ന് പറഞ്ഞു കൊടുത്താൽ ഭാവിയിൽ വരാൻ പോകുന്ന ദൈവകോപത്തിൽ നിന്നും ഈ പരാശക്തിയുടെ ശിക്ഷയിൽ നിന്നൊക്കെ ഇവർക്ക് രക്ഷപ്പെടാം. കാരണം ഇനി ഞാൻ പറഞ്ഞു വരാം, ബാക്കി പറയാൻ മനസ്സിലാവും. അപ്പൊ അങ്ങനെ ചീത്തവിളി തുടങ്ങി. എല്ലാ വർഷവും കറക്റ്റ് സമയത്ത് പണ്ടത്തെ അത് ഓർത്ത് ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്നു. അവസാനം ഈ വ്യക്തി മകൻ വലുതായിട്ട് കല്യാണം കഴിഞ്ഞു, അടുത്ത തലമുറയായി. അപ്പോഴും ആ തലമുറ മക്കളെയും പറഞ്ഞ് പഠിപ്പിക്കുകയാണ്, എന്റെ അമ്മ പണ്ട് ഇങ്ങനെ ഒരു സംഭവം നടന്നപ്പോൾ എന്നോട് ക്ഷമിച്ചു, അതുകൊണ്ട് അതിന്റെ ഓർമ്മയ്ക്കായിട്ട് എല്ലാ വർഷവും നമ്മൾ അന്ന് ഞാൻ ചീത്ത വിളിച്ചതുപോലെ എല്ലാ വർഷവും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ ചെറുമക്കളെയും വിളിച്ചിരുത്തി. ഒരു കാര്യമില്ല, ചെറുമക്കൾക്കും വേറെ പ്രശ്നമൊന്നുമില്ല. ചുമ്മാ സമയമായപ്പോഴത്തേക്ക് ഓർക്കാൻ വേണ്ടി എല്ലാവരും കൂടെ വളഞ്ഞിരുന്നു ഇങ്ങോട്ട് ചെയ്തു. അങ്ങനെ വിളിച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു വലിയ തലമുറ, ഒരു ജനസമൂഹമാണ് ഇപ്പൊ എല്ലാ വർഷവും മുടങ്ങാതെ മുട്ടൻ തെറി. ഇപ്പൊ അമ്മ മാത്രമല്ല, ഇപ്പൊ റോട്ടിൽ കാണുന്ന ആൾക്കാരുടെ അടുത്തും തെറി വിളിക്കും, പോലീസുകാരുടെ അടുത്തും തെറി വിളിക്കും, പൂരപ്പാട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പൂരപ്പാട്ട്. ഇതൊരു എൻജോയ്മെന്റ് ആയി, ഇപ്പൊ ഇതൊരു ആഘോഷമാണ്. ഇത് ഈ ഒരു വർഷം സമയമാകുമ്പോൾ ലൈസൻസ് കിട്ടിയതിന് തുല്യമാണ്. ആരെ വേണോ തെറി വിളിക്കുക, റോട്ടിൽ തെറി വിളിച്ചുകൊണ്ടൊക്കെ. ഞാൻ കണ്ടിട്ടുണ്ട് റോട്ടിൽ ഇങ്ങനെ തെറി വിളിച്ചു വന്നിട്ട് ബസ്സിലെ ഡ്രൈവറേയും ബസ്സിലെ കണ്ടക്ടർ, ബസ്സിന്റെ അകത്തിരിക്കുന്ന ആൾക്കാരൊക്കെ നോക്കി തെറി പൂരപ്പാട്ടാണ്. ഇതൊക്കെ നിങ്ങൾ ചിന്തിച്ചു നോക്കി. നിങ്ങൾക്ക് എന്റെ മെസ്സേജ് കേൾക്കുന്നത് നിങ്ങൾക്ക് ഇത്തിരി ബോധമൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ ഞാനിത് പറഞ്ഞത് ഇതൊക്കെ കേട്ടിട്ട് നിങ്ങളെ കുടുംബത്തിലും
അയൽപക്കത്തൊക്കെ ബോധം ഇല്ലാത്തവർക്ക് ജസ്റ്റ് ബോധം കൊടുക്കുക. കാരണം 2012 ശേഷം ഇങ്ങനെയുള്ള കോപ്രായങ്ങളൊന്നും പ്രകൃതി അനുവദിക്കില്ല. സ്ട്രിക്റ്റ് ആക്കി തുടങ്ങി. ഇപ്പൊ ഇത്രയും നാളും എന്തുകൊണ്ടാണ് വലിയ കുഴപ്പമില്ല പോയെന്ന് പറഞ്ഞാൽ ശിശുക്കളല്ലേ, വളരട്ടെ, അറിവില്ലല്ലോ, ജ്ഞാനം കിട്ടുന്നില്ലല്ലോ. അതുകൊണ്ട് എപ്പോഴെങ്കിലും വയസ്സാവണതിന് മുമ്പ് എപ്പോഴെങ്കിലും നന്നാകും എന്ന് വിചാരിച്ച് ദൈവം അല്ലെങ്കിൽ പരാശക്തി അവരോട് ക്ഷമിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥ പരാശക്തി ഈ അമ്മ, ദൈവത്തിന്റെ സൃഷ്ടാവ ദൈവത്തിന്റെ അമ്മ ചൈതന്യം ക്ഷമിച്ചുകൊണ്ടിരിക്കുകയും. പക്ഷെ ഇനി ക്ഷമിക്കില്ല. കാരണം ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുകയും ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്ത് പിന്നെ നമ്മൾ ബാക്കി കാണാം. ഈ കോമരമായി മാറുക എന്ന് പറയുമ്പോൾ സ്വന്തമായി വെട്ടി രക്തം ഒഴിപ്പിച്ചും തുള്ളി നാക്കുതൽ ഇത് കണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു കൊച്ചു കുട്ടിയോ അല്ലെങ്കിൽ വേറെ ഇതുമായിട്ട് ബന്ധുവിലത്തിന് ആൾ കണ്ടു കഴിഞ്ഞാൽ പേടിച്ച് കരഞ്ഞ് ഓടിപ്പോകും. കാര്യം ആൾക്കാരെ പേടിപ്പിക്കുന്ന ലെവലിൽ ഭയങ്കര വയലന്റ് ആയിട്ടുള്ള രീതിയിലും വിരൂപിയായിട്ടുള്ള രീതിയിലൊക്കെ കാണിക്കും. ഇത് യഥാർത്ഥത്തിലുള്ള ആദിപരാശക്തിയുടെ ശിക്ഷയുടെ ആ കാളി ചൈതന്യമാണ് ഇങ്ങനെ വരുന്നതെങ്കിൽ നിങ്ങൾ ആ വ്യക്തികളെ നോക്കിക്കൊള്ളണം. പിന്നീട് ആ വ്യക്തിയുടെ കുടുംബജീവിതവും ആ വ്യക്തിയുടെ ജീവിതവും ഒക്കെ ശരിക്കും പറഞ്ഞ പരാശക്തിയുടെ ആ ഇഷ്ടത്തിലായിരിക്കും, അല്ലെങ്കിൽ പ്രകൃതിയുടെ ഇഷ്ടത്തിലായിരിക്കും ജീവിതം. യഥാർത്ഥ പരാശക്തിയാണ് കോമരമായി ഇവരിലേക്ക് മാറി ഇവരിങ്ങനെയൊക്കെ വരുന്നതെങ്കിൽ അവരുടെ ജീവിതം പെർഫെക്റ്റ് ആയിരിക്കും. വേറെ ഒരു അനാവശ്യമോ, കാരണം ഈ ശക്തി തിന്മയെ നശിപ്പിച്ചിട്ട് നന്മയെ ഉയർത്താൻ വേണ്ടി വന്ന ശക്തിയാണ് ഇവരെ ഉള്ളിലേക്ക് കയറുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കണം. അപ്പൊ ഇവർ ഭർത്താവിന്റെ അടുത്തും ആ നിയമം പ്രകൃതി വ്യവസ്ഥ പാലിക്കുന്നവരായിരിക്കും. മറ്റ് ജോലിയിൽ കാര്യത്തിലാണെങ്കിലും സാമ്പത്തിക എല്ലാത്തിലും ആ പ്രകൃതിയുടെ വ്യവസ്ഥ പാലിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും യഥാർത്ഥത്തിൽ യഥാർത്ഥ കോമരം ആയി മാറുന്ന ഈ ദേവി ചൈതന്യമാണ് ഇവരിൽ കയറിയിട്ടുണ്ടെങ്കിൽ. പക്ഷെ നിങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലായി ഇവരാരും പെർഫെക്റ്റ് അല്ല. ഇവരുടെ ജീവിതവും ഇവരുടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എന്തും കഷ്ടപ്പാടും അല്ലെങ്കിൽ ചീത്തവിളിയും വഴക്കും ബഹളവും നുണ പറച്ചിലും എല്ലാം ആയിരിക്കും. അപ്പം മനസ്സിലാക്കേണ്ടത് ഈ ഒരു വർഷം ഈ ഒരു സമയത്ത് കോമരമായി മാറി ഈ അറിഞ്ഞു തുള്ളുന്ന ഇതൊക്കെ യഥാർത്ഥ ദേവി ചൈതന്യത്തിൽ ഉള്ള തുള്ളലല്ല. എന്നാൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അപൂർവം ചിലർക്ക് ശരിക്കുള്ള പോസിറ്റീവായിട്ടുള്ള ചൈതന്യം കയറും ചിലർ കാണുമായിരിക്കും. പക്ഷെ അത് നമുക്ക് തിരിച്ചറിയാൻ പാടാണ്. എങ്ങനെ അറിയാന്ന് വെച്ചാൽ അവരുടെ ജീവിത രീതി ഇതിൽ കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ അവരുടെ ജീവിത ശൈലിയും രീതിയൊക്കെ പോസിറ്റീവായിട്ടാണോ എന്ന് നോക്കിയാലേ നമുക്ക് അറിയാൻ പറ്റും. കാരണം യഥാർത്ഥ പരാശക്തിയുടെ കാളി ചൈതന്യമാണ് ഇവരിലേക്ക് വരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് ഒരു തെറ്റും ചെയ്യാൻ പറ്റൂല. എവിടെയെങ്കിലും ആശ്രിക പ്രവൃത്തി അല്ലെങ്കിൽ തിന്മ നടന്ന അപ്പോഴും ഈ ചൈതന്യം അവരെ അടിച്ച് അവർക്കുള്ള ശിക്ഷ കൊടുത്ത് അവരെ നന്നാക്കിയിരിക്കും. ഒരിക്കലും അവര് തെറ്റിന്റെ പുറത്ത് ഈ ഇങ്ങനെയുള്ള തെറിവിളിയും പൂരപ്പാട്ട് ഇതൊന്നും പാടാൻ പോലും പറ്റൂല. കാരണം ഇതൊക്കെ തിന്മയാണ്. ആ തിന്മയെ നശിപ്പിക്കാൻ വന്ന ശക്തി അവരെ നമ്മളകത്ത് കയറിയിട്ട് നമ്മള് പിന്നെയും തിന്മയിലോട്ട് കൊണ്ട് പോകൂല. നമ്മൾ പോസിറ്റീവ് ആക്കിയേ ചെയ്യുള്ളൂ. വീട്ടിൽ തന്നെ ഒരു ചെറിയ ചീത്തവിളിയോ എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ പോലും യഥാർത്ഥ പരാശക്തി നമ്മളെ ശിക്ഷിക്കും. കാര്യം ശിക്ഷയുടെ ശക്തിയാണ് നമ്മളിൽ കയറിയിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിലുള്ള സാധനമാണെങ്കിൽ. പക്ഷെ ഇപ്പം ആൾക്കാരിൽ നിൽക്കുന്ന ഒരു 95% ഏതൊക്കെ ഈ പൈശാചിക ശക്തികളാണ് അകത്ത് കയറിയിട്ട് ഈ വേലത്തങ്ങൾ അത്രയും കിടന്ന് കാണിക്കുന്നത്. ഇതാണ് ഇതിന്റെ പിന്നെ വസ്തുത. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇനിയുള്ള കാലഘട്ടത്തിൽ പ്രകൃതി സ്ട്രിക്റ്റ് ആയതുകൊണ്ട് ഈ പൈശാചിക ശക്തികളെ എല്ലാം ദൈവം ഇനി ബ്ലോക്ക് ചെയ്യും. എല്ലാത്തിനെയും ദൈവത്തിന്റെ ശരിക്കുള്ള പരാശക്തിയുടെ കാളി ചൈതന്യം വന്ന് ഈ ഡ്യൂപ്ലിക്കേറ്റായി നിൽക്കുന്ന ഈ പൈശാചിക കാളിനെയൊക്കെ ഒതുക്കുകയും എല്ലാത്തിനെയും പൂട്ടുമ്പോൾ കുഴപ്പമെന്ന് വെച്ചാൽ ഇനി ഈ പൂരപ്പാട്ടും ഭരണിപ്പാട്ടും തോന്നിയ ദിവസമൊക്കെ കാണിച്ച് ജീവിക്കുന്നവരൊക്കെ എല്ലാ വർഷവും ഇവിടെ വന്ന് കോമരമായി മാറുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ കടുത്ത ശിക്ഷകൾ ഇനി അനുഭവിക്കേണ്ടി വരും. കാരണം പണ്ടത്തെ പോലെ അല്ല ഇനി. പണ്ട് ഏതോ അസുരന്മാരാണ് അമ്പലങ്ങളിലൊക്കെ നിന്നുകൊണ്ട് ഇവർക്കൊക്കെ ഗുണവും പ്രാർത്ഥനയ്ക്ക് ഫലമൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത്. അതിനെയൊക്കെ ദൈവം ഇനി അങ്ങോട്ട് ആ ശക്തികളെല്ലാം ദൈവം തന്നെ പൂട്ടിക്കളയും. അസുരന്മാരെയൊക്കെ നിഗ്രഹിക്കും. യഥാർത്ഥ കാളി അവിടെ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ അമ്പലത്തിൽ വ്യാജം കളിച്ചുകൊണ്ടിരുന്ന ഡ്യൂപ്ലിക്കേറ്റ് എല്ലാം നശിച്ചു പോകും. പക്ഷെ ഇത് ജനം തിരിച്ചറിയണം. പണ്ടത്തെ പോലെ ഇനി സുഖം വരൂല. ഇനി ഈ അമ്പലത്തിലും അല്ലെങ്കിൽ സ്ഥലങ്ങളിലൊക്കെ ചൈതന്യം പോസിറ്റീവ് ദൈവത്തിന്റെ ചൈതന്യത്തെ ദൈവം ബൂസ്റ്റ് ചെയ്തുകൊണ്ട് വരും. അപ്പൊ എങ്ങനെ തിരിച്ചറിയാന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഭക്തി കൂടി ഇങ്ങനെയൊക്കെ പോകുന്നവർക്ക് ഇനി അങ്ങോട്ട് അവരുടെ ജീവിതത്തിൽ ചെറിയ തെറ്റിന് പോലും കടുത്ത ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അപ്പൊ ദേവിയെ ആരും ചീത്ത വിളിക്കരുത്. ദേവി നിങ്ങളെ ശിക്ഷിച്ച് നന്നാക്കുന്നു. യഥാർത്ഥ ദേവിയിലേക്ക് നിങ്ങൾ എത്തി, അല്ല ആ ദേവി ചൈതന്യമാണ് ഇനി നിങ്ങളിലേക്ക് പ്രവർത്തിക്കുന്നതെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് എവിടെയൊക്കെ നമ്മൾ തെറ്റിപ്പോകുന്നു അവിടെയെല്ലാം കിട്ടുന്ന ശിക്ഷയും അടിയും വാങ്ങിച്ചും കൊണ്ട് ദേവി അല്ല പരാശക്തിയോട് നന്ദി പറയുക. ഓക്കെ, ഇനി ചില കാര്യങ്ങളൊക്കെ അടുത്തത്.